ശ്രീ ഇന്ദുലാൽ എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹിയാണ്. ശ്രീ ഇന്ദുലാൽ, ഇവിടെ ഇതാ ഈ സമയക്രമം മാറ്റുന്നതിൽ എതിർപ്പറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സമസ്ത. അതായത് മതപഠനത്തെ അടക്കം ബാധിക്കും എന്ന ഒരു പരാതിയാണ് അവർ സർക്കാരിന് മുന്നിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ സമയക്രമം മാറ്റാതിരിക്കുക എന്നത് സർക്കാരിനും പ്രാവർത്തികമാകുന്ന ഒന്നല്ലല്ലോ, പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ. ഏതെങ്കിലും തരത്തിൽ പരിഹരിക്കപ്പെടാൻ പറ്റുന്ന ഒരു വിഷയമാണോ ഇത്? തികച്ചും ഇത് സർക്കാർ ഒരു കടുംപിടുത്തത്തോടുകൂടി എടുത്ത ഒരു സമീപനമായിട്ട് ഞങ്ങൾക്ക് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇത് ഹൈക്കോടതി വിധി എന്ന് പറയുമ്പോൾ തന്നെ മൂവാറ്റുപുഴയിലെ ഒരു എയ്ഡഡ് മാനേജ്മെന്റ് സ്കൂള് അവിടുത്തെ ഹെഡ്മാസ്റ്റർ ഹൈക്കോടതിയെ സമീപിക്കുകയും അതിലൂടെ സമയം, അതായത് നമ്മുടെ വിദ്യാഭ്യാസ അവകാശ നിയമം പാലിക്കപ്പെടുന്നില്ല എന്ന ഒരു കാരണമാണ് ഹൈക്കോടതിയിൽ അവര് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയം. ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്കും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് ഹൈക്കോടതിയിൽ എടുക്കാമായിരുന്നു. എന്തുകൊണ്ട് ദൗർഭാഗ്യകരമായിട്ട് ഈ വിഷയം നേരെ ചൊവ്വെ അഡ്രസ് ചെയ്ത് പോയിട്ടില്ല. കാരണം സമയമെന്ന് പറയുന്നത് ഇവിടെ പാഠ്യക്രമം, അതായത് ക്ലാസ് മുറികളിൽ നടക്കുന്ന ഇന്ററാക്ഷൻ മാത്രമല്ല പഠന സമയം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ അവകാശ നിയമമായിരുന്നാലും നമ്മുടെ കേരള എഡ്യൂക്കേഷൻ റൂളിലായിരുന്നിരുന്നാലും സമഗ്രമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് ഉള്ളത്. സമഗ്ര വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നത് ക്ലാസ് മുറിയോടൊപ്പം തന്നെയുള്ള മറ്റ് ആക്ടിവിറ്റീസ് എല്ലാം കുട്ടിയുടെ പഠനത്തിന്റെ ഭാഗമാണ്. ഇവിടെ 7ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടിക്ക് അരമണിക്കൂർ കൂട്ടണം. ആദ്യം ഇതല്ല വന്നിരുന്നത്, ശനിയാഴ്ചകൾ ക്ലാസ് വെക്കണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അവർ മുന്നോട്ട് പോയത് അതാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, മുമ്പ് ഹയർ സെക്കൻഡറി വിഭാഗത്തില് ശനിയാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നു. അന്ന് പ്രാഥമിക കാര്യങ്ങൾ പോലും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റാത്ത മാനസിക സംഘർഷത്തിലായിരുന്നു കുട്ടികൾ. അത് കണ്ടെത്തിയതിന് ശേഷമാണ് ഈ ഒരു മാറ്റം ഉണ്ടാക്കിയത്. ഇവിടെ നമ്മുടെ പക്ഷേ താങ്കൾ ഈ പറയുന്നത് പോലെ വിദ്യാഭ്യാസം എന്നാൽ അത് സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്നത് മാത്രമല്ല എന്ന് പറയുമ്പോൾ സ്കൂളുകളിൽ നിന്ന് ലഭിക്കേണ്ട വിദ്യാഭ്യാസത്തിന്റെ പരിമിതിയും സമയക്കുറവുമാണല്ലോ കോടതിയും ചൂണ്ടിക്കാണിച്ചത്. ചുരുങ്ങിയത് 365 ദിവസമാണല്ലോ ഒരു വർഷമുള്ളത്. അതിൽ ചുരുങ്ങിയത് 220 അക്കാദമിക് ദിനങ്ങളെങ്കിലും ലഭിക്കണമെന്നാണല്ലോ കോടതി പറഞ്ഞത്. അക്കാദമിക ദിനങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ മണിക്കൂറുകളായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി തന്നെ ഇപ്പൊ അത് കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പരീക്ഷകളോ നമ്മുടെ മറ്റ് പാഠ്യപ്രവർത്തനങ്ങളോ, ഇവിടെ ഈ കലോത്സവങ്ങളും അതോടൊപ്പം തന്നെ സ്പോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ആർക്ക് വേണ്ടിയാണ് നടത്തുന്നത്? നമ്മൾ സ്കൂളുകളിൽ നമ്മുടെ എക്സാം ഉണ്ട്. ഇവിടെ തന്നെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഏത് സ്കൂളുകളായിരുന്നാലും നിങ്ങളൊരു കാര്യം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും, നമ്മുടെ എല്ലാ സ്കൂളുകളിലും SSLC 10ാം തരത്തിലെ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ജാനുവരി മാസം തന്നെ, ഡിസംബർ കഴിഞ്ഞ് ജാനുവരി മാസത്തോടു കൂടി തന്നെ എല്ലാ സ്കൂളുകളിലും പോർഷൻ തീർത്തിട്ട് റിവിഷനിലോട്ട് പോകുന്ന സമയമാണ്. അപ്പൊ സമയബന്ധിതമായിട്ട് ഇത് മൊഡ്യൂൾ തീർക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, മറിച്ച് കൂടുതൽ പഠിപ്പിച്ചാൽ കൂടുതൽ കിട്ടുമെന്നൊരു ആശയമായിരിക്കാം അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണോ? കൂടുതൽ പഠിപ്പിക്കുക എന്നുള്ളതല്ലോ, അത് സിലബസ് അല്ലേ ശ്രീ ഇന്ദുലാൽ? അതായത് സിലബസിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ആ സിലബസിൽ ഉള്ളത് ആണല്ലോ പഠിപ്പിച്ച് തീർക്കേണ്ടത്. അല്ലാതെ സിലബസ് വിപുലീകരിക്കാൻ കോടതി പറഞ്ഞില്ല. സിലബസിൽ ഉള്ളത് കുറഞ്ഞ സമയം കൊണ്ട് കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, അതിന് കുട്ടികൾക്ക് കുറച്ചുകൂടി സമയം എടുത്തുകൊണ്ട് പഠിപ്പിക്കുക എന്നാണല്ലോ കോടതി ഉദ്ദേശിച്ചത്. നമ്മളിപ്പോ ഈ കോടതിയുടെ നിയമാവലിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗവൺമെന്റിന്റെ ഉത്തരവോ ഒന്നുമില്ലെങ്കിൽ തന്നെ സമയമില്ലെങ്കിൽ അധ്യാപകര് എക്സ്ട്രാ ക്ലാസ് വെക്കാറില്ലേ? ഞാൻ ചോദിക്കട്ടെ, വൈകുന്നേരങ്ങളിൽ ക്ലാസ് ഒരു ഉത്തരവുമില്ലാതെ സ്കൂളുകൾ പോർഷൻ തീർന്നില്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാറില്ലേ? സ്വാഭാവികമായിട്ടും ഇതിന്റെ സമയം പാലിക്കാൻ പറ്റാതെ ഏതെങ്കിലും അധ്യാപകർ പോവുകയാണ്. മൊഡ്യൂൾ വ്യക്തമായിട്ട് നിന്നും പോയി കഴിഞ്ഞാൽ, മൊഡ്യൂളിന് ഉള്ളിൽ തന്നെ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10ാം തരത്തിലെ കുട്ടികൾക്ക് പോലും ഡിസംബർ ജാനുവരി മാസം കൊണ്ട് തീർക്കാൻ പറ്റും. പിന്നെ നടക്കുന്നത് റിവിഷനാണ്, സ്കൂളുകളിൽ നടക്കുന്ന റിവിഷനാണ്. ഞാൻ ഇവിടെ താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ കൂടുതൽ സമയം പഠിപ്പിക്കുന്നതായാണ് എൻ്റെ അറിവ്. അത് പൂർണ്ണമായും ശരിയാകണമെന്നില്ല. അങ്ങനെയൊക്കെ കൂടുതൽ അധിക സമയം പഠിപ്പിച്ചാണ് നേരത്തെ അവസാനിപ്പിക്കുന്നത്. അതിനുശേഷമാണ് ഈ റിവിഷനിലേക്കൊക്കെ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെയൊക്കെ പ്രദേശങ്ങളിൽ അങ്ങനെയൊക്കെയാണ് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക്. പലപ്പോഴും അവർക്ക് വേനലവധി അവസാനിക്കുന്നതിന് മുമ്പ് ക്ലാസ് തുടങ്ങാറുണ്ട്, അധിക സമയം ക്ലാസ് ഉണ്ടാകാറുണ്ട്. അങ്ങനെ പഠിപ്പിച്ച് തീർക്കുന്നു എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്.
നമ്മളൊരു ഒരു പിന്നെ പാഠഭാഗത്തെ സംബന്ധിച്ചുള്ള ഏത് വിഷയവും ആവട്ടെ, അവർ ഇയർ പ്ലാനും അതോടൊപ്പം തന്നെ മന്ത്ലി അല്ലെങ്കിൽ യൂണിറ്റ് പ്ലാനും ആക്കി കഴിഞ്ഞാൽ ലെസൺ പ്ലാനുകളായിട്ട് ഇതിനെ മാറ്റുന്നുണ്ട് സ്കൂളുകളിൽ. SRG മീറ്റിംഗ് നടത്തി അതിനെ ക്രമീകരിച്ചുകൊണ്ടാണ് ഇത് നടക്കുന്നത്. സമയം കിട്ടുന്നില്ല, സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിച്ചു തീർക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് 100% ഉറപ്പായിട്ട് പറയാൻ സാധിക്കും, ഒരു കാരണവശാലും ഒരു സംവിധാനത്തിൽ പോലും സമയം കിട്ടാതെ പോകുന്നില്ല. പിന്നെ എന്തുകൊണ്ടാകാം അങ്ങനെ ഒരു ഹർജി വന്നത്? അതാണ് ഞാൻ പറയുന്നത്. ഇവിടത്തെ ഒരു പിന്നെ എബനീസ് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിലെ അധ്യാപകൻ, അവിടുത്തെ മാനേജർ, മുൻ ഹെഡ് മാസ്റ്റർ, അദ്ദേഹത്തിന്റെ സ്കൂളിലെ അധ്യാപകരോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാനായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഉപയോഗപ്പെടുത്തി. ഒരു സ്കൂളിലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അങ്ങനെയാണ് താങ്കളുടെ അഭിപ്രായം. പക്ഷേ എന്തായാലും കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ നിലനിൽക്കുമ്പോൾ സർക്കാരിന് ആ ഉത്തരവ് പാലിച്ചേ പോകാൻ സാധിക്കുകയുള്ളൂ. അതിനൊരു പരിഹാരം സമസ്തയൊക്കെ പറയുന്നത് പോലെ മതപഠനം അങ്ങനെയുള്ള പല വിഷയങ്ങളും കേരളത്തിലുണ്ട്. സ്വാഭാവികമായിട്ടും ഈ വിഷയങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് അധികം ഭാരം കൊടുക്കാത്ത രീതിയിൽ ഇതിനെ ക്രമീകരിക്കാം. നമ്മൾ നേരത്തെ തന്നെ വിദ്യാഭ്യാസ അവകാശം നടത്തിയില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം ആ സ്കൂളുകാർ കോടതിയെ ധരിപ്പിക്കുമ്പോൾ നമ്മുടെ 5ാം ക്ലാസ് എവിടെയാണുള്ളത്? LPയിലല്ലേ? നമ്മുടെ 8ാം ക്ലാസ് എവിടെയാണുള്ളത്? UPയിലല്ലേ? നമ്മൾ അവിടെ പാലിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നിയമത്തെ വ്യാഖ്യാനിക്കരുത് ദയവ് ചെയ്ത്. അതിന് ഗവൺമെന്റ് തീർച്ചയായിട്ടും വിദ്യാഭ്യാസ അവകാശ നിയമം പറയുന്നത് അനുസരിച്ചാണോ മുഴുവൻ കാര്യങ്ങളും? തീർച്ചയായും. പക്ഷേ അത് കോടതിയാണല്ലോ ഉത്തരവിറക്കിയിട്ടുള്ളത് എന്നുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ. വളരെയധികം നന്ദി എന്തായാലും ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഈ വിഷയത്തിൽ സർക്കാർ കൂടിയാലോചനകൾ നടത്തണം എന്ന് പ്രതിപക്ഷം പറയുന്ന പശ്ചാത്തലമുണ്ട്. സമസ്തയാണ് മതപഠനത്തെ ബാധിക്കുന്നു ഈ സമയക്രമത്തിലെ മാറ്റം എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത്. അതിനെന്ത് പരിഹാരം, ഇപ്പോഴത്തെ സമയക്രമത്തിൽ മാറ്റം ഉണ്ടാകുമോ എന്നതൊക്കെ ഒരു പക്ഷേ കൂടുതൽ വിശദമായി ചർച്ച ചെയ്തേക്കാം. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഔദ്യോഗികമായി അങ്ങനെ ഒരു പരാതി ഇതുവരെയും സർക്കാരിന് മുന്നിൽ എത്തിയിട്ടില്ല എന്നാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് VV അരുൺ നൽകിയത്. ഒരിടം